വയനാട്ടിലെ ഗോത്ര വിഭാഗത്തിൽ നിന്നും സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ വയനാട് സ്വദേശിനി ശ്രീധന്യ സുരേഷിനെ അധിക്ഷേപിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടയാൾക്കെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് DGPയിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സ്ത്രീകളോടുള്ള ഇത്തരം മനോഭാവം അനുവദിക്കാനാവില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾ കർശന നടപടിയെടുക്കണമെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന വിജയം കരസ്ഥമാക്കിയ ഒരു ആദിവാസി പെൺകുട്ടിയെ പൊതുസമൂഹം മുഴുവൻ അഭിനന്ദിക്കുമ്പോൾ ഒരു വ്യക്തിയും അയാളെ പിന്താങ്ങുന്ന ഒരു വിഭാഗം പുരുഷന്മാരും ഈ നേട്ടത്തെ അവഗണിച്ച് അതിരുകടക്കുന്ന ഭാഷയിൽ സമൂഹ മാധ്യമങ്ങളോട് അപമാനിക്കുകയാണെന്ന് അധ്യക്ഷ പറഞ്ഞു. സ്ത്രീകളോടുള്ള ഇത്തരം മനോഭാവം അനുവദിക്കാനാകില്ലെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈൻ വ്യക്തമാക്കി. പന്തളം സ്വദേശി അജയ്കുമാറാണ് ശ്രീധന്യയെ അധിക്ഷേപിച്ചു കമന്റിട്ടത്. ഇയാൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കൊച്ചി വിമാനത്താവളത്തിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊരു വ്യക്തി തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നില്ലെന്ന് സിയാൽ വക്താവ് PS ജയൻ അറിയിച്ചു. അജയ്കുമാർ എന്ന വ്യക്തി സിയാലിലെ ജീവനക്കാരനാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ഇയാൾ സിയാലിൽ ജോലി ചെയ്തിട്ടുമില്ല. ഫേസ്ബുക്ക് പ്രൊഫൈലിൽ സിയാലിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നാണ് ഇയാൾ അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്നും സിയാൽ വക്താവ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. അജയ്കുമാറിന്റെ പ്രൊഫൈലിൽ നിന്ന് ഇയാൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്ന് മനസ്സിലാക്കിയ നിരവധി പേർ സിയാലിന്റെ ഔദ്യോഗിക പേജിൽ പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അജയ്കുമാർ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കി സിയാൽ ഔദ്യോഗികമായി പറയുന്നത്. കുറിച്യ സമുദായത്തിൽ നിന്ന് ആദ്യമായി സിവിൽ സർവീസ് വിജയം നേടിയ പെൺകുട്ടി എന്ന നിലയിൽ സംസ്ഥാനത്തിന് തന്നെ അഭിമാനമായ ശ്രീധന്യയെ കുറിച്ചുള്ള വാർത്തയ്ക്ക് കീഴിലായിരുന്നു വംശീയ അധിക്ഷേപം. അജയ്കുമാർ എന്ന വ്യക്തി നടത്തിയ വംശീയ അധിക്ഷേപ കമന്റിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. സിവിൽ സർവീസിന്റെ പരീക്ഷാഫലം വന്നതിന് പിന്നാലെ ശ്രീധന്യയെ കാണണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയും പിന്നീട് നേരിട്ടെത്തി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന് അഭിമാനമായി 410ാം റാങ്കുമായാണ് ശ്രീധന്യ മികച്ച വിജയം ഉറപ്പാക്കിയത്. വയനാട്ടിലെ ആദിവാസി പെൺകുട്ടിയാണ് ശ്രീധന്യ. വയനാട്ടിലെ പൊഴുത്തന സ്വദേശിനിയായ ശ്രീധന്യ സുരേഷ് ചരിത്ര നേട്ടമാണ് കൈവരിച്ചതും. ആദ്യമായാണ് കേരളത്തിൽ നിന്ന് ഒരു ആദിവാസി പെൺകുട്ടിക്ക് സിവിൽ സർവീസ് ലഭിക്കുന്നത്. വയനാട് ജില്ലയിലെ പൊഴുതന പഞ്ചായത്തിലെ ഇടംവയൽ കോളനിയിൽ സുരേഷ് കമല ദമ്പതികളുടെ മകളാണ് ശ്രീധന്യ. സാമൂഹ്യ പിന്നാക്കാവസ്ഥയോട് പൊരുതി സിവിൽ സർവീസ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ വയനാട്ടിലെ ശ്രീധന്യ സുരേഷിന് അഭിനന്ദനം നേരുന്നുവെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു. വെബ് ഡെസ്ക് കൈരളി ന്യൂസ്.